ഹലോ അമൃത കേരളി, ഞാൻ RJ സൗപർണിക. ഇന്ന് നിങ്ങളോടൊപ്പം അമൃത കേരളി വിദ്യാഭവൻ ശ്രദ്ധ റേഡിയോ സ്റ്റേഷനിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. അമൃത കേരളി ശ്രദ്ധ റേഡിയോയുടെ വാർത്താ നേരം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാർത്താ നേരം, ഒരിത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ. എല്ലാ കൂട്ടുകാരും സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കുവാണല്ലോ. വേനലിൽ വാടാതിരിക്കാൻ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അമൃത കേരളി വിദ്യാഭവൻ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ ഹരിപ്രിയ മാമാണ്. മാമിനെ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സമ്മർ വെക്കേഷൻ ആസ്വദിക്കുന്ന മൂഡിലായിരിക്കും അല്ലേ? വേനൽക്കാലം നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് സുവർണകാലമാണ്. സമയക്രമമില്ലാതെ കൂട്ടുകാരുമൊത്ത് പകലന്തിയോളം കളിക്കുവാനുള്ള കാലം. സൂര്യതാപത്തിന്റെ കനത്ത ചൂടിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉരുകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസവും ഉയർന്ന താപനിലയും നമ്മുടെ ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വേനലിൽ തളരാതെ പിടിച്ചു നിൽക്കാം. എന്നാൽ നാം കൊടുക്കുന്ന ചെറിയൊരു അശ്രദ്ധ മതി നിർജ്ജലീകരണം ഉൾപ്പെടെ വേനൽക്കാലത്ത് നേരിടേണ്ടി വരുന്ന കനത്ത തിരിച്ചടികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ. വേനലിൽ നേരിടേണ്ടി വരുന്ന സൂര്യാഘാതം ഒഴിവാക്കാൻ പകൽ 11-നും 3 മണിക്കുമിടയിൽ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ തൊപ്പിയോ കുടയോ ഉപയോഗിക്കാൻ മടി കാണിക്കരുത്. രോഗികൾ, വൃദ്ധർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരെ വേനൽ കൂടുതൽ തളർത്തുമെന്നതിനാൽ ശ്രദ്ധ അനിവാര്യമാണ്. ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാനും പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. വെയിലിൽ വാടാതെ തളരാതെ ഇരിക്കാൻ ഭക്ഷണക്രമത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വേനൽക്കാലത്ത് സാധാരണയിലധികം വെള്ളം കുടിക്കേണ്ടതുണ്ട്. നിർജ്ജലീകരണം തടയാൻ എപ്പോഴും കയ്യിലൊരു കുപ്പിയിൽ വെള്ളം കരുതുക. മധ്യവേനൽ അവധിക്കാലമായതിനാൽ തന്നെ ദൂരയാത്രകളും കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പമുള്ള ഉല്ലാസയാത്രകളും ഈ സമയം കൂടുതലാണ്. ഉല്ലാസയാത്രകളിലെ പ്രധാന ഭാഗമാണ് ഭക്ഷണം. സാധാരണയായി മസാലകളും കൊഴുപ്പും ചേർന്ന ഫാസ്റ്റ് ഫുഡും അതിനുശേഷം ചില്ലൗട്ട് ചെയ്യാൻ എന്ന നിലയിൽ കുടിക്കുന്ന കോള, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയും യാത്രകളുടെ ഭാഗമാണ്. എന്നാൽ മറ്റേതൊരു സീസണിൽ ഇവ കഴിക്കുന്നതിനേക്കാൾ വേനൽക്കാലത്ത് കഴിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിന്റെ ഉയർന്ന സമ്മർദ്ദത്തിനും വിപരീത ഫലത്തിനും കാരണമാകുന്നു. നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന ചായ, കോഫി, മദ്യം, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ കഴിവതും പകൽ സമയത്ത് ഒഴിവാക്കുക. പകരം ഓറഞ്ച് ജ്യൂസ്, നാരങ്ങ വെള്ളം, സംഭാരം, ഇളനീർ, തണ്ണിമത്തൻ, മാമ്പഴം എന്നിവ കഴിക്കാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് നമ്മുടെ ത്വക്കിനും ചുണ്ടിനും അനുഭവപ്പെടുന്ന വരൾച്ച ഒഴിവാക്കാനും ഈ ഭക്ഷണ രീതി സഹായിക്കും. വേനൽക്കാല രോഗങ്ങൾ നമുക്ക് മുന്നിലുള്ള മറ്റൊരു പ്രതിസന്ധിയാണ്. അതേക്കുറിച്ച് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. നമുക്ക് ഭക്ഷണ കാര്യത്തിലേക്ക് തിരികെ വരാം. വേനൽക്കാലത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുക. പച്ചക്കറികളിൽ തന്നെ വെള്ളരിക്ക വേനൽക്കാലത്ത് ഏറെ ഗുണം തരുന്ന ഒന്നാണ്. ഉയർന്ന ചൂടിൽ നിന്നും വീട്ടിലേക്ക് കയറി വന്ന് ഉടൻ തന്നെ ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളമോ ജ്യൂസോ കുടിക്കുന്ന പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. വളരെ അനാരോഗ്യകരമായ ഒരു ശീലമാണിതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പൊതുവെ വേനൽക്കാലത്ത് വിശപ്പ് കുറഞ്ഞതായി തോന്നാറുണ്ട്. എന്നാൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ദൂരയാത്രകളിൽ ഇടയ്ക്കിടയ്ക്കുള്ള വിശ്രമവും വേനൽ ചൂടിൽ അത്യാവശ്യമാണ്. ചെറിയൊരു കരുതലും ശ്രദ്ധയും കൊടുത്താൽ വേനൽ ചൂടിൽ നിന്നും ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കാൻ സാധിക്കും. പ്രകൃതി നമുക്ക് നൽകിയ മാമ്പഴക്കാലത്തെ ആരോഗ്യത്തോടെയും ഉല്ലാസത്തോടെയും ആസ്വദിക്കാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് മാം നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് മാം. താങ്ക്സ് എ ലോട്ട്. അമൃത കേരളി വിദ്യാഭവൻ ശ്രദ്ധ റേഡിയോയുടെ വാർത്താ നേരം തുടരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഇൻ ടു ശ്രദ്ധ റേഡിയോ.